വിവാഹമോചനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി മോചനദ്രവ്യമായി ബാലചന്ദ്രൻ തമ്പിയുടെ പേർക്ക് ഉള്ളതോ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നതായ സകലമാന സ്ഥാവര ജംഗമ വസ്തുക്കളും നീലിമ കുട്ടംപുള്ളിയുടെയും അവരുടെ മക്കളുടെയും പേരിൽ എഴുതി വെക്കണം. ദൈവമേ, ഇത് എന്തൊരു വിധിയാണിത്? എന്ത് വിധിയാണിത്? പിന്നെ താങ്കൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ 14 ജില്ലകളിലെ ഏതെങ്കിലും കടവരാന്തയിൽ താങ്കളെ കിടക്കാൻ അനുവദിക്കുന്നതല്ല. അപ്പൊ ഞാൻ എവിടെ അന്തി ഉറങ്ങും? യുവർ ഓണർ, ഒരപേക്ഷയുണ്ട്. എനിക്ക് വിവാഹമോചനം മാത്രമല്ല, ജീവിതമോചനം കൂടി ആവശ്യമാണ്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്നെ വന്ന് കാണാൻ പാടില്ല ഇദ്ദേഹം. അങ്ങനാവട്ടെ. മിസ്റ്റർ ബാലചന്ദ്രൻ തമ്പി. നീ എന്തോന്ന് ബാലേന്ദ്രൻ തമ്പി? അമ്മയും മക്കളും കൂടെ വലിച്ചേറി കൂടി എന്റെ രക്തം. ഓർഡർ ഓർഡർ. നാളെ മുതൽ താങ്കൾക്ക് കേരളത്തിൽ കാലുകുത്താൻ അനുവാദമില്ല. മൈ ഡിയർ യുവർ ഓണർ, എവളെ പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കുകയായിരുന്നു. ശാരീരികമായിട്ട് ഞാൻ കുറച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും എവളാണ് എന്നെ പീഡിപ്പിച്ചത്. അതെ, ഞാൻ അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. യെസ് യുവർ ഓണർ, അറിയാതെ ഒരു തുണ്ട് പീടി വലിച്ചതിന് എവളെന്നെ 3 ദിവസം പട്ടിണി കിട്ടി. പിന്നെ ഞാൻ ഒരു ചെറിയ പെക്കടിച്ചു. അതിനവര് ചെയ്തത് ഈ അമ്മയും മക്കളും കൂടെ എന്നെ പൊതുരീതി തല്ലി എന്നെ അവശനാക്കി. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ജോലിക്ക് പോകത്തേന് ചവളരിട്ട് കുത്തി, ദിവസവും അപമാനവും പട്ടിഷോയും. ഇപ്പോ വിവാഹമോചനവും കഴിഞ്ഞു, സ്വത്തെല്ലാം അവളുടേതായി. ഒരു പുരുഷായുസ് മുഴുവനാണ് കത്തിത്തീർന്നത്. ഓർഡർ. ഞാൻ എന്റെ നീലിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ നീലിമയെ ഒരുപാട് സ്നേഹിച്ചു. മറുകണ്ഠം ചാടി എന്റെ മക്കളെയും. പക്ഷെ എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ബാല്യം, എന്റെ യൗവനം, എന്റെ കൗമാരം, ഇതൊക്കെ എനിക്ക് തിരിച്ചു തരുമോ? ഓണർ. ഒന്നും വേണ്ട. സോറി. How can you punish me more?